നാളെയാണ് ഇവിടെ വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത്. വിനായക ചതുർത്ഥി ഈ വടക്കേന്ത്യയിലൊക്കെ വലിയ ഉത്സവമാണ്. ഗണേശൻ്റെ വലിയ വലിയ പ്രതിമകളൊക്കെ വെച്ചിട്ട് പൂജിച്ചിട്ട് ഒരു പ്രത്യേക ദിവസം ഇതിനെ കൊണ്ട് വെള്ളത്തിലൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഐതിഹ്യമനുസരിച്ച് ശ്രീ പാർവതി ദേവി ഗണേശ ഭഗവാന്റെ ഒരു മഞ്ഞൾ കൊണ്ടുള്ള ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ നൽകിയിട്ട് കാവലിന് നിർത്തും കുളിമുറിക്ക് വെളിയിൽ. ഭഗവതി നീരാട്ടിന് പോയപ്പോൾ ആ സമയത്താണ് ശ്രീ പരമേശ്വരൻ അവിടേക്ക് വന്നത്. അപ്പോൾ ഗണേശ ഭഗവാൻ അദ്ദേഹത്തെ അകത്തോട്ട് കടത്തിവിട്ടില്ല. അപ്പോൾ ഭഗവാന് ദേഷ്യം വന്നിട്ട് ഗണപതി ഭഗവാന്റെ തലയറുത്തു. അപ്പോൾ ശ്രീ പാർവതി ദേവി ഭയങ്കരമായിട്ട് വിഷമിച്ചു. അന്നേരം ഭഗവാൻ ഒരു ആനത്തല വെച്ച് ഗണേശ ഭഗവാന് ജീവൻ നൽകി. അങ്ങനെയാണത്രേ ഗണേശ ഭഗവാൻ ആനത്തല വന്ന്. ഭഗവാന് ഇഷ്ടമുള്ളപ്പോൾ ആ തല സ്വീകരിച്ചാൽ മതി, അല്ലാത്തപ്പോൾ സാധാരണ തലയും സ്വീകരിക്കാമേ. അങ്ങനെയുണ്ട് കഥ. ചതുർത്ഥിയിൽ ജനിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ള ഒരു ഇത് വെച്ചായിരിക്കും ഈ ഫെസ്റ്റിവലൊക്കെ നടത്തുന്നത്. ദൈവങ്ങൾക്ക് ജന്മമരണമില്ല. ഗണേശ ഭഗവാന് വിഘ്നേശ്വരൻ എന്നാണ് അന്നോട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനാണ് ആദ്യത്തെ പൂജ ലഭിക്കേണ്ടതും. ചതുർത്ഥിയിൽ പലഹാരങ്ങളൊക്കെ വെച്ച് നല്ലതുപോലെ അലങ്കരിച്ച് ഭഗവാനെ നല്ലതുപോലെ പൂജിച്ചിട്ട് എത്ര ദിവസമെന്ന് വെച്ചാൽ അത്രയും ദിവസം പൂജിച്ചിട്ട് പിന്നീട് കൊണ്ടുവന്ന് നിമഞ്ജനം ചെയ്യുകയാണ്. ആ നിമഞ്ജനം ചെയ്യുമ്പോൾ ഭഗവാൻ അങ്ങ് കൈലാസത്തിലോട്ട് തിരിച്ചു പോകും അത്രേ. അങ്ങനെയാണ് ഐതിഹ്യം. കഴിഞ്ഞ വർഷം നമ്മൾ കുറേ വീഡിയോ ഇട്ടിരുന്നു. കുറച്ചൊക്കെ അതിശയങ്ങളും അത്ഭുതം. ഇവിടെ കൈരട്ടാബാദ് ഗണപതി ഭഗവാനെ കാണാൻ പോയപ്പോഴുള്ള അതിശയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറൈറ്റി എന്ന പ്ലേലിസ്റ്റിലുണ്ട്, നോക്കിക്കോണേ. ഗംഗണപതേ നമോ നമഃ ശിവായ.